അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കുഞ്ഞി ഷവർമയാണ്. പോക്കറ്റ് ഷവർമ എന്നും പറയും. അതും ഷവർമൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിനി ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മൈദ കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കുക. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറച്ചായി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. പാലിൽ കുഴക്കുന്നില്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലും കുഴച്ചെടുക്കാം. പക്ഷേ പാലിലാവുമ്പോൾ കുറച്ചും കൂടി കുബൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മൈദ നല്ലപോലെ കുഴച്ചായിട്ടുണ്ട്. ഇത് ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായി കുഴച്ചാൽ മതി, എന്നാൽ കുബൂസ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ അടച്ചു വെച്ച ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ചിക്കൻ വരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സിർക്കയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഷവർമക്ക് വേണ്ടിയുള്ള ചിക്കൻ മുറിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രസ്റ്റിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ നേർങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇതുപോലെ വളരെ നേർങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ ബാക്കിയോ അതുപോലെ തന്നെ മുറിച്ചെടുക്കുക. ഇത് ഞാൻ 3 പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടാം. മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ചിക്കൻ പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചിക്കൻ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. 6 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ ചിക്കൻ വെന്ത് കിട്ടും. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ചിക്കൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഫില്ലിങ് റെഡിയാക്കാം. എന്നിട്ട് ഞാനൊരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് കച്ചപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച കക്കിരി ഇട്ട് കൊടുക്കുന്നുണ്ട്.
3 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ച കാബേജും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മയോണീസിലും കെച്ചപ്പിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച 2 ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് നോക്കാം. നല്ലപോലെ പൊന്നിയൊക്കെ വന്നിട്ട് കമീറായിട്ടുണ്ട്. പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് 2 ഭാഗമായിട്ട് മാറ്റിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ചപ്പാത്തിൻ്റെ അതിനേക്കാൾ കുറച്ച് വണ്ണത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു മൂടി എടുത്തിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നടുക്കുള്ള ഇതല്ലെങ്കിൽ വലിച്ചെടുക്കാം. നമുക്കിത് പിന്നെ മാറ്റി വെച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കാൻ പറ്റും. ഇതന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും കൂടി പരത്തിയെടുക്കാം. പിന്നെ ഹുബസ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രീ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രീ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. പിന്നെ ഒരു ഭാഗം ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്രീ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഹുബസ് ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനും ചുട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഫില്ല് ചെയ്യാം. ബസ് എടുത്തിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ മെല്ലെ തുറന്നെടുത്തിട്ട് ഇതിലേക്ക് ആദ്യം മസാല നിറച്ച് കൊടുക്കുക. ചിക്കനും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി ഷവർമ റെഡിയായി. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഷവർമേൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഏതായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.